പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടാണ്. നിങ്ങൾ ആരും ഇതൊരു കുടിച്ചിട്ടുണ്ടാവില്ല. ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഫുൾ സ്ക്രീനിട്ട് വീഡിയോ കാണുക. നിങ്ങൾ മസ്റ്റ് ആരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ കുറച്ച് ചെറിയുള്ളി എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ആദ്യം ഒന്ന് സെറ്റാക്കി എടുക്കാം. ഞാൻ എടുത്തിരുന്ന ചെറിയ ഉള്ളി ഏകദേശം 100 ഗ്രാമോളുണ്ട്. അപ്പോൾ നിങ്ങളെ അളവിനനുസരിച്ച് വേണം എടുക്കാൻ. ഒരുപാട് ഉള്ളിയുടെ അതൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ആവശ്യമുള്ള തേങ്ങ എന്ന് പറയുന്നത് ഏകദേശം 1 മുറി മതിയാവും. ഒരു തേങ്ങയുടെ പകുതി എടുത്താൽ തന്നെ നമുക്ക് ഏകദേശം തികയും. നിങ്ങൾ ആദ്യം ഒരു ചാനൽ കാണാൻ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടൊന്ന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമ്മൾ ഒരുപാട് വെറൈറ്റി വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായും മറ്റു വീഡിയോസ് കാണാം. ഇനി അല്പം തേങ്ങാപ്പാലെടുത്ത് പിഴിഞ്ഞ് സെറ്റാക്കി എടുക്കാം. നമ്മുടെ തേങ്ങാപ്പാൽ ഇതിലോട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിരകി വെച്ച് ബാക്കിയുള്ള തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ഉള്ളിയാണെങ്കിലും തേങ്ങയാണെങ്കിലും ഒരുപാട് അളവിൽ എടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചതച്ച ശേഷമാണ് നമുക്ക് ഇതിലോട്ട് കൊടുക്കേണ്ടത്. അടുത്തതായി നമ്മൾ ചേർക്കാൻ പോകുന്നത് ശർക്കരയാണ്. ശർക്കര അത്യാവശ്യം തോനെ എടുക്കണമെങ്കിലേ മധുരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ശർക്കര നന്നായി ചതച്ചെടുക്കാം. നമ്മൾ ചതച്ച് വെച്ച ശർക്കര ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. എത്രത്തോളം ഇളക്കുന്നു അത്രത്തോളം ഇതിൻ്റെ ടേസ്റ്റ് കൂടും. ഒരു ലേശം ഉപ്പും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഐസ് ക്യൂബ് ഇട്ടിട്ട് ഇനിയാണ് ഇതിലോട്ട് വെള്ളം ഒഴിക്കാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താഴെ നിങ്ങൾ ഇതിൻ്റെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്തിരുന്നതായിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരാരും ഇത് ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. തീർച്ചയായും നിങ്ങൾ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. സംഭവം രക്ഷയില്ല, അടിപൊളിയുണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ആ ഉള്ളിയും തേങ്ങ കടിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് അത് വേറെ ലെവലാണ്. ഇത് നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങളിത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.